അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് രാജ്യങ്ങളിലെ ഭരണകൂടങ്ങളെ അട്ടിമറിക്കുക, മറ്റ് രാജ്യങ്ങളിലെ ഭരണാധികാരികളെ വധിക്കുക എന്ന് പറയുന്നത് അവർക്കൊരു പുതിയ കാര്യമല്ല. ആ സാമ്രാജ്യം ഉണ്ടായ കാലം മുതൽ അവർ ലോകത്തൊട്ടാകെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയുടെ ഏറ്റവും അവസാനത്തെ സംഭവമാണ് വെനസ്വേലയിൽ നടന്നിരിക്കുന്നത്. അത് അവസാനത്തെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായിരിക്കുന്നത് തുടരുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ദക്ഷിണ അമേരിക്കൻ രാജ്യങ്ങളുടെ കാര്യമെടുത്താൽ 1823 മുതൽ മൺട്രോ ഡോക്ട്രിൻ എന്ന് പറയുന്ന പ്രഖ്യാപനം നടത്തിയത് കാലം മുതൽ കഴിഞ്ഞ 200 വർഷത്തിലേറെയായി അമേരിക്ക ആ ദക്ഷിണാമേരിക്കൻ ഭൂഖണ്ഡത്തിലെ മുഴുവൻ രാജ്യങ്ങളിലും ഇടപെടുകയും ഭരണകൂടങ്ങളെ മാറ്റുകയും ഭരണകൂടങ്ങളെ അട്ടിമറിക്കുകയും ഏകാധിപതികളെ അധികാരത്തിൽ ഇരുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടുള്ള ചരിത്രമാണ് അമേരിക്കയുടെ ചരിത്രമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഏറ്റവും അവസാനം 1959 അവിടെ ക്യൂബയിലെ ഫിഡൽ കാസ്ട്രോയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്തിയെന്നറിയാം. നൂറുകണക്കിന് തവണ അവരെ വധിക്കാനും ആ ഭരണകൂടത്തെ അട്ടിമറിക്കാനും ശ്രമിച്ചു. ആ ഭരണകൂടത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള ഉപരോധങ്ങളും ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ആ രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 1954 തന്നെ ഗ്വാട്ടിമാല ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചു. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനെ അമേരിക്ക അട്ടിമറിച്ചു. 1973 ചിലിയിൽ അലണ്ടയുടെ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചു. അങ്ങനെ ഈ അട്ടിമറികളുടെ ഒരു തുടർച്ച തന്നെ നമുക്ക് ലാറ്റിൻ അമേരിക്കയിൽ അമേരിക്ക നടത്തിയതായിട്ട് കാണാനായിട്ട് കഴിയും. എൻ്റെ ഏറ്റവും ഒടുവിലായിട്ട് ആണ് ഇപ്പം നമ്മൾ കാണുന്നത് വെനസ്വേല എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും ആ കരക്കാസ് എന്ന് പറയുന്ന വെനസ്വേലയുടെ തലസ്ഥാനത്ത് ചെന്ന് കയറി സൈനികമായി കടന്നു കയറി അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുന്നു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ സാമൂഹ്യ മാധ്യമ ഹാൻഡിലിൽ കുറിച്ചിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ വേറൊരു രാജ്യത്തിൻ്റെ പട്ടാളം വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ 1989 ഇതിന് സമാനമായ സംഭവം പനാമയിൽ നടന്നു. പനാമയുടെ പ്രസിഡന്റായിരുന്ന മാനുവൽ നൊറിയേഗ എന്ന് പറയുന്ന ആളിനെ പട്ടാള ഭരണാധികാരിയായിരുന്നു. ആ പട്ടാള ഭരണാധികാരിയായിട്ട് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയി അദ്ദേഹം അമേരിക്കൻ ജയിലിൽ ശിക്ഷിക്കപ്പെട്ട് അമേരിക്കൻ ജയിലിൽ കിടന്ന് മരിച്ചു. ഏതാണ്ട് ഇതിന് സമാനമായ സിറ്റുവേഷനാണ് മദുറയ്ക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്ന് പറയും. നമുക്കറിയാം, സാധാരണഗതിയിൽ അമേരിക്കയിൽ ഇത്തരം മിലിറ്ററി ഓപ്പറേഷൻസ് മറ്റൊരു രാജ്യത്ത് ചെന്ന് കയറി ഒരു മിലിറ്ററി ഓപ്പറേഷൻസ് നടത്തണമെങ്കിൽ സാധാരണഗതിയിൽ അമേരിക്കൻ പാർലമെൻറ്റിൻ്റെ അനുമതി വേണം. അങ്ങനെ അമേരിക്കൻ പാർലമെൻറ്റോ അമേരിക്കൻ നിയമമോ ലോകരാജ്യങ്ങളുടെ നിയമങ്ങളോ അന്തർദേശീയ നിയമങ്ങളോ ഒന്നും തന്നെ പാലിക്കാതെ തനിക്ക് ഇഷ്ടമുള്ള കണക്ക് ഈ പെരുമാറുക എന്ന് പറയുന്ന ഒരു ഭ്രാന്തനെ പോലെ പെരുമാറുക. നമ്മൾ പറയും ഈ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിക്കഴിഞ്ഞാലുള്ള ആപത്തെന്ന് പറയും. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പദവി അത്തരം അതിശക്തമായ എക്സിക്യൂട്ടീവ് അധികാരം കൈവശം കിട്ടിക്കഴിഞ്ഞപ്പോൾ തനിക്ക് എന്തും കാണിക്കാമെന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ഇപ്പോൾ വെനസ്വേലയിൽ നടന്നിരിക്കുന്നത്. എന്താ വെനസ്വേലയുടെ പ്രശ്നം? വെനസ്വേലയും അമേരിക്കയും തമ്മിൽ യുദ്ധമുണ്ടോ? വെനസ്വേലയും തമ്മിൽ യുദ്ധമില്ല. മറ്റ് തർക്ക പ്രശ്നങ്ങളുണ്ടോ? അതിർത്തി തർക്കമുണ്ടോ? ഒന്നുമില്ല. 4500 കിലോമീറ്ററോളം അകലം കിടക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് അമേരിക്കയും വെനസ്വേല എന്ന് പറയുന്നത്. ആ അമേരിക്കയും വെനസ്വേലയും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലാതിരിക്കും. എന്തുകൊണ്ടാണ് വെനസ്വേല എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രസിഡന്റായിട്ടുള്ള നിക്കോളാസ് മദുറോ മാറണം എന്ന് നിരന്തരമായി ഇദ്ദേഹം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ ഭരണത്തെ പരിപൂർണമായി കൈപ്പിടിയിൽ കൊണ്ടുവരിക എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രത്യേകിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആഗ്രഹത്തിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഇതിന് തൊട്ട് മുമ്പ് ഒരു മാസം മുമ്പ് അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി എന്ന് പറയുന്ന 2025 ഡോക്യുമെൻ്റ് പ്രസിദ്ധീകരിച്ചു. ആ ഡോക്യുമെൻറ്റിൽ അവർ വളരെ വലിയ മാറ്റം നേരത്തെ ഉണ്ടായിരുന്ന ഈ സെക്യൂരിറ്റി സ്ട്രാറ്റജിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ സ്ട്രാറ്റജിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനെന്താ പറയുന്നത്? ഞങ്ങൾ ഇനി ഫോക്കസ് ചെയ്യാൻ പോകുന്നത്, കൂടുതൽ ശ്രദ്ധ നൽകാൻ പോകുന്നത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലാണ്, കരീബിയൻ മേഖലയിലാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ഈ ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത് 1823 മുതൽ തുടങ്ങി വരുന്ന മൺട്രോ ഡോക്ട്രിൻ കാലം മുതൽ തുടങ്ങി വരുന്ന ആ മേഖല എന്ന് പറയുന്നത് ഞങ്ങളുടെ പരിപൂർണ്ണ നിയന്ത്രണത്തിലുള്ള മേഖലയാണ്. മറ്റൊരു രാജ്യങ്ങളും ആ ഭാഗത്തേക്ക് കടന്നു വരാൻ പാടില്ല. ഞങ്ങൾ ഇഷ്ടപ്രകാരം ഭരണകൂടത്തെ മാറ്റുകയും സൃഷ്ടിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് പറയുന്ന സാമ്രാജ്യത്വപരമായ അമേരിക്കയുടെ പോളിസിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഒരു പുനരാവർത്തനമാണ് ഈ മൺട്രോ ഡോക്ട്രിൻ്റെ 1823 200 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്ക പുറപ്പെടുവിച്ച ആ നയത്തിൻ്റെ പുനരാവർത്തനമാണ് 2025 നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജിയിലൂടെ അമേരിക്കൻ ഭരണകൂടം കൊണ്ടുവന്നത്. അതിൻ്റെ ഒരു പരിസമാപ്തി എന്നുള്ള നിലയ്ക്കാണ് നിക്കോളാസ് മദുരോയെ ഈ അധികാരത്തിൽ നിന്ന് പ്രശ്നനാക്കിക്കൊണ്ട് അറസ്റ്റ് കൊണ്ടുപോയി. എന്താണ് പ്രശ്നം? നിക്കോളാസ് മദുരോയെ മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ മുന്നോട്ട് വെച്ച പ്രശ്നം എന്താണ്? ഇദ്ദേഹം ഈ മയക്കുമരുന്ന് കള്ളക്കടത്തിൻ്റെ നേതാവാണ്, നാർക്കോ ടെററിസ്റ്റാണ് എന്ന് പ്രഖ്യാപിച്ചു.
നാർക്കോ ടെററിസ്റ്റ് എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണ്? അമേരിക്കയിൽ നിന്ന് ഈ ഫെൻറ്റനിൽ ഉപയോഗിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ എല്ലാ വർഷവും മരിക്കുന്നുണ്ടെന്നുള്ളൊരു വസ്തുതയാണ്. എന്നാൽ ഈ ഫെൻറ്റനിൽ എന്ന് പറയുന്ന ഈ മയക്കുമരുന്ന് അമേരിക്കയിൽ എത്തുന്നത് എങ്ങനെയാണ്? പസഫിക് ശാന്തസമുദ്രത്തിലൂടെ കൊളംബിയയിലും പിന്നെ മെക്സിക്കോയിലും നിന്നുമാണ് വാസ്തവത്തിൽ ഈ ഫെൻറ്റനിൽ എന്ന മയക്കുമരുന്ന് അമേരിക്കയിൽ എത്തുന്നത്. ഈ മയക്കുമരുന്ന് കള്ളക്കടത്ത് എന്ന് പറയുന്നത് ദക്ഷിണ അമേരിക്കൻ രാജ്യങ്ങളുടെ രാഷ്ട്രീയത്തിൽ വളരെ സജീവമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തിനൊക്കെ അറിയാം. അവിടെ നമുക്കറിയാം ഈ ആകെയുള്ള മയക്കുമരുന്ന് കള്ളക്കടത്ത്, അതായത് കൊക്കൈൻ കള്ളക്കടത്തിൻ്റെ വെറും 5% മാത്രമാണ് ഈ വെനസ്വേലയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്നത്. എന്നാൽ 70% ഈ ഫെൻറ്റനിൽ എന്ന് പറയുന്ന, അതായത് അമേരിക്കൻ പൗരന്മാരെ വർഷങ്ങളായി കൊന്നുകൊണ്ടിരിക്കുന്ന ഫെൻറ്റനിൽ എന്ന് പറയുന്ന അപകടകരമായ മയക്കുമരുന്ന് അമേരിക്കയിൽ എത്തുന്നത് ഈ കൊളംബിയ വഴിയും മെക്സിക്കോ വഴിയുമാണ്. എന്നാൽ അതൊന്നും അദ്ദേഹത്തിന് പ്രശ്നമില്ല. ഈ പ്രശ്നം ഇങ്ങനെ സജീവമായി നിൽക്കുമ്പോൾ അമേരിക്കയിൽ തന്നെയുള്ള നിരവധി പണ്ഡിതന്മാർ പറഞ്ഞു, ഈ 4500 കിലോമീറ്റർ അകലെ കിടക്കുന്ന വെനസ്വേലയെ ആക്രമിക്കുകയല്ല ട്രംപ് വേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഈ ഫെൻറ്റനിൽ എന്ന മയക്കുമരുന്നിനെതിരായിട്ടുള്ള ആക്രമണം ആത്മാർത്ഥമാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് അമേരിക്ക മെക്സിക്കോ അതിർത്തിയിലെ 1 കിലോമീറ്റർ മാത്രം അപ്പുറത്ത് ഈ മെക്സിക്കോയിൽ ഈ ഫെൻറ്റനിൽ ഉണ്ടാക്കുന്ന ലാബുകൾ ഇങ്ങനെ നിരനിരയായി പ്രവർത്തിക്കുന്നുണ്ട്. ആ നിരനിരയായി പ്രവർത്തിക്കുന്ന ലാബുകളെ ആക്രമിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ പ്രശ്നം അതാണോ? പ്രശ്നം അതല്ല. ഈ പ്രശ്നം എന്ന് പറയുന്നത് മദുരോയെ മാറ്റുക എന്ന് പറയുന്ന അജണ്ടയാണ് അദ്ദേഹത്തിനുള്ളത്, അല്ലാതെ ഈ മയക്കുമരുന്നിനെതിരായിട്ടുള്ളതല്ല. അങ്ങനെ മയക്കുമരുന്നിനെതിരായിട്ടുള്ള ആക്രമണം അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമാണെങ്കിൽ ചെയ്യേണ്ട എന്താണ്? അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നതാണ്, ഹോണ്ടുറാസ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മുൻ പ്രസിഡന്റ് മയക്കുമരുന്ന് കള്ളക്കടത്തിൽ വളരെ പ്രമുഖനായ വ്യക്തിയായിരുന്നു. ആ മയക്കുമരുന്ന് കള്ളക്കടത്തിൽ തൊണ്ടിയോടെ പിടിച്ച അമേരിക്കൻ ഭരണകൂടം അദ്ദേഹത്തെ 40 വർഷത്തേക്ക് തടവിന് ശിക്ഷിച്ചു. ആ 40 വർഷത്തെ തെളിവ് സഹിതം അമേരിക്കൻ കോടതി ശിക്ഷിച്ച ഈ യുവാൻ ഹെർണാൻഡോസ് എന്ന് പറയുന്ന ആളിന് മാപ്പ് കൊടുക്കുമെന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. അതായത് മയക്കുമരുന്ന് കടത്ത് കേസിൽ പ്രതിയായി ശിക്ഷിക്കപ്പെട്ട അമേരിക്കൻ കോടതി ശിക്ഷിച്ച ഹെർണാൻഡസിന് ഈ മാപ്പ് കൊടുക്കുന്ന. അപ്പോൾ എന്താ എൻ്റെ അർത്ഥം? ഇദ്ദേഹത്തിന് മയക്കുമരുന്നിനെതിരായിട്ടുള്ള വല്ല നിലപാടുമുണ്ടോ? മയക്കുമരുന്നിനായിട്ട് നിലപാടില്ല, മറിച്ച് രാഷ്ട്രീയ നിലപാടുകളാണ്. രാഷ്ട്രീയ നിലപാടുകളെന്ന് പറഞ്ഞാൽ ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്ന പ്രദേശം, ദക്ഷിണ അമേരിക്കയിലെ മുഴുവൻ രാജ്യങ്ങളും തൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കണമെന്ന് പറയുന്ന അമേരിക്കയുടെയും ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിൻ്റെയും ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള തറയൊരുക്കങ്ങൾ, വാസ്തവത്തിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള മരിയ മെച്ചാഡോയ്ക്ക് നൊബേൽ സമ്മാനം കിട്ടിയത് മുതൽ നമ്മൾ അന്നേ പറഞ്ഞിരുന്ന കാര്യമുണ്ട്, ഇതിനകത്തൊരു വലിയ പ്രോജക്റ്റ് ഉണ്ട്. അമേരിക്ക വരൂ, ഞങ്ങളുടെ വെനസ്വേലയെ ആക്രമിക്കൂ, ഇസ്രായേൽ വരൂ, വെനസ്വേലയെ ആക്രമിക്കൂ എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രതിപക്ഷ നേതാവ്, അതായത് ആക്രമണത്തെ പരിപോഷിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും മറ്റു രാജ്യങ്ങൾ വന്ന് ആക്രമിക്കൂ എന്ന് കൊണ്ടിരുന്ന ഒരു നേതാവിനാണ് സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം. ഒരു കോൺട്രഡിക്ഷൻ, അതിൻ്റെ വൈരുദ്ധ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നേതാവിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കൊടുക്കുക. അങ്ങനെ നൊബേൽ സമ്മാനം കൊടുത്തതിന് ശേഷമാണ് വാസ്തവത്തിൽ ഈ ട്രംപ് ഇദ്ദേഹത്തിൻ്റെ മദുരയ്ക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾക്ക് കരുത്തുകൂട്ടിയത്. കാരണം ഉടനെ തന്നെ പിന്നാലെ തന്നെ ഈ മയക്കുമരുന്ന് കടത്തുന്നു എന്ന് പറഞ്ഞ പേരിൽ വെനസ്വേലയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടുകളെ ആക്രമിച്ച് നശിപ്പിച്ചു. 30ഓളം അങ്ങനെ അത്തരം ബോട്ടുകൾ നശിപ്പിക്കുകയും 107ഓളം ആളുകൾ അക്കാര്യത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതുവരെ ഈ മദുരോയെ പിടിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്ന ഈ നിമിഷം വരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെളിവ് ഈ മയക്കുമരുന്ന് കള്ളക്കടത്ത് വെനസ്വേലയിൽ നിന്ന് നടത്തി എന്നുള്ളതിന് ഹാജരാക്കിയിട്ടില്ല. മയക്കുമരുന്ന് കള്ളക്കടത്തിൻ്റെ നേതാവാണ് മഡുറോ എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹത്തെ അതുമായി ലിങ്ക് ചെയ്യുന്ന യാതൊരു തെളിവും ലോകത്തിന് മുമ്പ് വെച്ചിട്ടില്ല അമേരിക്ക. ഇതൊക്കെ ഇങ്ങനെ ഇല്ലാതിരിക്കവേ ഇവർ തന്നെ സൃഷ്ടിക്കുന്ന പുകമറ. അതായത് നമുക്കറിയാം, ഇറാഖിൽ 2003 സദ്ദാം ഹുസൈനെ മാറ്റുന്നതിന് വേണ്ടി വിട്ടു പറഞ്ഞ പച്ചക്കള്ളം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, ആളുകളെ കൂട്ടക്കൊല ചെയ്യാനുള്ള ആയുധം വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ ആക്രമണം നടത്തിയത്. ആക്രമണം നടത്തി പരിശോധിച്ചിട്ട് ഒരു മൂക്കിപ്പൊടിയുടെ വലിപ്പത്തിലുള്ള വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ പോലും അമേരിക്കയ്ക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ മാസ് ഡിസപ്ഷൻ ആയിരുന്നു. ആളുകളെ കൂട്ടമായി ചതിക്കുന്ന ഒരു രീതിയിലാണ് പ്രചാരണം നടത്തിക്കൊണ്ട് അമേരിക്ക ഈ ഇറാഖിൽ ആക്രമണം നടത്തിയ ശേഷം എന്ത് സംഭവിച്ചു? ഇറാഖിൻ്റെ മുഴുവൻ സമാധാനവും ഇല്ലാതായി, അരാജകാവസ്ഥയിലായി. അഫ്ഗാനിസ്ഥാനിൽ ഇടപെട്ടു, 20 വർഷം അവരോട് നിന്നു. ഇപ്പോഴത്തെ അഫ്ഗാനിസ്ഥാൻ സ്ഥിതി എന്താ? അരാജകാവസ്ഥ നിലനിൽക്കുന്നു. ലിബിയ അരാജകാവസ്ഥയിലേക്ക് തള്ളിവിട്ടു. അതായത് എവിടെയൊക്കെ അമേരിക്ക ഈ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ രാഷ്ട്രീയ നേട്ടം നേടാൻ വേണ്ടിയിട്ട് ഇടപെട്ടുവോ അവിടെ എല്ലാം ഇന്ന് അരാജകാവസ്ഥയാണ് നിലനിൽക്കുന്നത്. അമേരിക്കയ്ക്ക് എന്ത് നേട്ടമുണ്ടായി? ജോസഫ് സ്റ്റീഗ്ലിറ്റ്സ് എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം നേടിയ അദ്ദേഹം പറഞ്ഞത്, ഇറാഖിൽ അമേരിക്ക നടത്തിയ ആക്രമണവും ആ ആക്രമണത്തിൽ നിന്നും തലയൂരി വരാൻ കഴിയാതെ പോയതിൻ്റെ ചെലവുകളുമാണ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ആകെ അട്ടിമറിച്ചത് എന്ന് ജോസഫ് സ്റ്റീഗ്ലിറ്റ്സ് പറയുന്നുണ്ട്. അതായത്
ഈ സാമ്പത്തിക താല്പര്യങ്ങളെക്കാൾ ഉപരി രാഷ്ട്രീയ താല്പര്യങ്ങൾ, ജിയോ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ ആക്രമണങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അത് മാത്രമല്ല, നമുക്കറിയാം ഈ ഭരണകൂടങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, അതായത് ഇപ്പോൾ നിക്കോളാസ് മദുരോയെയും ഭാര്യയും അറസ്റ്റ് ചെയ്ത് അദ്ദേഹം അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? അടുത്തയാൾ, അതായത് അമേരിക്കൻ ഭരണകൂടം പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ പറയുന്നത് കേട്ടില്ലെങ്കിൽ നിങ്ങളെയും പിടിക്കും എന്നുള്ള ഭീഷണി ഉണ്ടെങ്കിൽ അമേരിക്ക പറയുന്ന താല്പര്യങ്ങൾക്ക് വഴങ്ങാൻ എല്ലാ ഭരണകൂടവും തയ്യാറാവും. ഇതിൻ്റെ അടുത്ത സൂചന എന്താ സംഭവിക്കാൻ പോകുന്നത്? ഒരു സൂചന എന്ന് പറയുന്നത് കൊളംബിയയും മെക്സിക്കോയും, ഈ രണ്ട് ഭരണാധികാരികളും ട്രംപിൻ്റെ പ്രധാനപ്പെട്ട ശത്രുക്കളാണ്. ട്രംപിനെ നിരന്തരമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇവർ. ഇനി അടുത്തത് ഈ പെഡ്രോ എന്ന് പറയുന്ന കൊളംബിയയുടെ ഭരണാധികാരിയാണ്, കൊളംബിയയുടെ പ്രസിഡന്റാണ്. കൊളംബിയയുടെ പ്രസിഡന്റിനെ ഇത് കണക്ക് എന്തെങ്കിലും ഒരു കള്ളക്കേസ് പറഞ്ഞിട്ട് അവിടെ പോയി അറസ്റ്റ് ചെയ്യാം. കാരണം കൊളംബിയ, മെക്സിക്കോ എന്നൊക്കെ പറയുന്ന രാജ്യങ്ങൾക്ക് ഇവർ പറയുന്ന കണക്കുള്ള സൈനിക ശക്തിയില്ല. അമേരിക്കയോട് ഏത് രാജ്യത്തിനാണ് സൈനികമായി പിടിച്ചു നിൽക്കാൻ കഴിയുക? അപ്പോൾ പ്രത്യേകിച്ച് അയലത്ത് കിടക്കുന്ന രാജ്യങ്ങൾ, ഈ രാജ്യങ്ങളിലെയൊക്കെ ഭരണാധികാരികളെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയാൽ ആർക്ക് തടയാൻ കഴിയും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അതായത് താരിഫ് എന്ന് പറയുന്ന വാക്കാണ് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് ഡിക്ഷണറിയിൽ എന്ന് പറയുന്ന ഡൊണാൾഡ് ട്രംപ്, അദ്ദേഹം പറയാത്തൊരു വാക്കുകൂടി അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട വാക്കുണ്ട്. അത് റെഷിം ചേഞ്ചാണ്, ഭരണകൂട മാറ്റമാണ്. അതായത് അദ്ദേഹത്തിന് ആരെയൊക്കെ മാറ്റണമെന്ന് വിചാരിച്ചോ അവരെയൊക്കെ മാറ്റാൻ കഴിയും. അവിടെ അന്തർദേശീയ നിയമങ്ങളോ അന്തർദേശീയ പ്രസ്ഥാനങ്ങളോ ഒന്നും അദ്ദേഹത്തിന് മുമ്പിൽ ഒരു പ്രശ്നമല്ല എന്ന് നമുക്ക് ഇതോടെ കാണാൻ കഴിയും. ഇതുകൊണ്ട് ഉണ്ടാകുന്ന മറ്റൊരു വലിയ ആപത്ത്, നമുക്കറിയാം സാരിഫ് എന്ന് പറയുന്ന പരിപാടി നടപ്പിലാക്കിയതിലൂടെ, ഈ ചുങ്കം ഏർപ്പെടുത്തിയതിലൂടെ ലോക സമ്പദ് വ്യവസ്ഥയെ ഒട്ടാകെ അട്ടിമറിച്ചു, തകരാറിലാക്കി, അരാജകത്വത്തിലാക്കി ട്രംപെങ്കിൽ ഈ പറയുന്ന സംഭവത്തിലൂടെ ഈ വെനസ്വേലയിൽ മദുരോയെ പിടിച്ചുകൊണ്ട് പോയതിലൂടെ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, അമേരിക്കയ്ക്ക് ഇത് ചെയ്യാമെങ്കിൽ അമേരിക്കയ്ക്ക് വേറൊരു എല്ലാ അന്തർദേശീയ മര്യാദകളും ലംഘിച്ചുകൊണ്ട് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാമെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾക്ക്, അതുപോലെ സാമ്പത്തിക സൈനിക ശേഷിയുള്ള മറ്റ് രാജ്യങ്ങൾക്കും ഇതാകാം എന്നൊരു സന്ദേശം നൽകുന്നുണ്ട്. അന്തർദേശീയ രംഗം ആകെ അരാജകത്വത്തിലേക്ക് പോയില്ലേ? ഇപ്പോൾ റഷ്യ ഇപ്പോൾ യുക്രൈനെ ആക്രമിച്ചത് അവരുടെ സുരക്ഷ എന്ന് പറഞ്ഞ പേരിലാണ്. ഇനി അതിനെ വിമർശിക്കാൻ ആർക്ക് പറ്റും? ചൈന പറയുകയാണ്, നാളെ തായ്വാൻ ഞങ്ങൾ പിടിച്ചെടുക്കാൻ പോവാണ്, ഞങ്ങളുടെ സുരക്ഷയ്ക്ക് ആവശ്യമാണ്, ദക്ഷിണ ചൈന കടലിലൂടെ ഒരു കപ്പലും പോകാൻ പാടില്ല, ഞങ്ങളുടെ തടാകമാണത് എന്ന് പറഞ്ഞാൽ ആർക്ക് തടയാൻ കഴിയും? എന്ന് പറഞ്ഞാൽ അന്തർദേശീയ സമ്പദ് വ്യവസ്ഥയെ താരിഫ് എന്ന് പറയുന്ന കാര്യത്തിലൂടെ അരാജകത്വത്തിലേക്ക് തള്ളിവിട്ട ട്രംപ് ഈ വെനസ്വേല എന്ന് പറയുന്ന രാജ്യത്ത് കടന്നു കയറി അവിടുത്തെ പ്രസിഡന്റിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിലൂടെ നൽകുന്ന സന്ദേശമെന്ന് പറയുന്നത്, കരുത്തുള്ള രാജ്യങ്ങൾ, മൈറ്റ് ഈസ് റൈറ്റ്, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്നത് പോലെ കയ്യൂക്കുള്ള രാജ്യങ്ങൾക്ക് എന്ത് തോന്നിവാസവും അന്തർദേശീയ തലത്തിൽ ഇനി കാണിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് നൽകുന്നത്. അമേരിക്കയ്ക്ക് ഇനി ഐക്യരാഷ്ട്ര സംഘടനയിൽ, സുരക്ഷാ കൗൺസിലിൽ അങ്ങനെ ഈ രാജ്യങ്ങൾ റഷ്യയോ ചൈനയോ ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചാൽ അതിനെ വീറ്റോ ചെയ്യാൻ കഴിയുമോ? കാരണം എന്താണ്? ഇവർ കാണിച്ചു വെച്ചിരിക്കുന്നതാണ്, ഇവർ കാണിച്ചുകൊണ്ടേയിരിക്കുന്നു, നൂറ്റാണ്ടുകളായി കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് ഇറാനിൽ അവർ കാണിച്ചിട്ടുണ്ട്, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കാണിച്ചിട്ടുണ്ട്, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ കാണിച്ചിട്ടുണ്ട്, ഇവിടെ എല്ലാം അഫ്ഗാനിസ്ഥാനിൽ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അമേരിക്ക നിരന്തരമായി ഈ ഭരണകൂട മാറ്റം, റെഷിം ചേഞ്ച് എന്ന് പറയുന്ന കാര്യം കാണിക്കുകയും ഇപ്പോൾ വളരെ നഗ്നമായി യാതൊരു തെളിവുമില്ലാതെ ഒരു ഭരണാധികാരിയെ എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളതിൻ്റെ പേരിൽ ഇദ്ദേഹത്തെ മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ആ രാജ്യത്തിൻ്റെ ഭരണാധികാരി കൊണ്ട് കാണിച്ചിരിക്കുന്ന ഈ നടപടി തീർച്ചയായിട്ടും അന്തർദേശീയ രാഷ്ട്രീയത്തെയും അന്തർദേശീയ സമാധാനത്തെയും ഇല്ലാതാക്കാൻ പോകുന്നതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ സാധാരണഗതിയിൽ ഈ ആളുകൾ ചർച്ച ചെയ്യുമ്പോൾ വെനസ്വേലയ്ക്കെതിരായിട്ട് പറയുന്ന കാര്യം, അവിടെ പട്ടിണിയുണ്ട്, അവിടെ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, അവിടുന്ന് 70 ലക്ഷം ആളുകൾ ആ രാജ്യത്തു നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറിയിട്ടുണ്ടെന്നൊക്കെ പറയാറുണ്ട്. എങ്ങനെ ഈ സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടു? എണ്ണ സമ്പന്നമായ ഒരു രാജ്യം, അവിടുത്തെ സമ്പദ് വ്യവസ്ഥയെ, അവിടുത്തെ ജനങ്ങളുടെയും കാര്യങ്ങൾ ഭംഗിയായി നോക്കാൻ കഴിയുന്ന ഒരു രാജ്യത്തെ ഉപരോധങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഞെരുക്കിക്കൊണ്ട് അവിടുത്തെ സാമ്പത്തിക വികസനത്തെ അട്ടിമറിച്ചതിൻ്റെ ഫലമായിട്ടാണ് വാസ്തവത്തിൽ ഈ പ്രശ്നമെല്ലാം ഉണ്ടായത്. അതായത് അവിടുത്തെ സമ്പദ് വ്യവസ്ഥയെ നമുക്കറിയാം, അവിടെ ഷാവസിന് മുമ്പ് അധികാരത്തിലിരുന്ന് ഭരണാധികാരികളൊക്കെ അമേരിക്കയോട് അനുഭാവമുള്ള അമേരിക്കൻ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന ഭരണാധികാരികളായിരുന്നു. അതിൻ്റെ റിയാക്ഷൻ എന്നുള്ള നിലയ്ക്കാണ് ഈ ഷാവസ് 1999 അധികാരത്തിൽ വരുന്നത്. അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം ആ എണ്ണ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ സമ്പദ് വ്യവസ്ഥയെയും അവിടുത്തെ സാമൂഹ്യ ജീവിതത്തെയും മെച്ചപ്പെട്ടതാക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല, ലോകത്തൊട്ടാകെ ആർക്കും തർക്കമില്ല. എന്നാൽ ഈ എണ്ണ വിപണി തകരുകയും എണ്ണ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു ഘട്ടം ഇടയ്ക്ക് വന്നു.
അങ്ങനെ വന്നപ്പോൾ അതിന് പുറമെ ഈ ഷാവസിനെതിരായിട്ടുള്ള ഉപരോധങ്ങൾ കൂടി അമേരിക്ക നടപ്പിലാക്കിയതിൻ്റെ ഫലമായിട്ടാണ് അവിടുത്തെ സമ്പദ് വ്യവസ്ഥ തകരാൻ തുടങ്ങിയത്. അവിടെ ആഭ്യന്തര സംഘർഷങ്ങൾ നമുക്കറിയാം. അമേരിക്ക വിചാരിച്ചാൽ ലോകത്തിൻ്റെ ഏത് രാജ്യത്തിനും ആഭ്യന്തര സംഘർഷങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. അക്കാര്യത്തിന് സംശയമില്ല. യുക്രൈൻ എന്ന് പറയുന്ന രാജ്യത്ത് അവിടെ 2014 ഉണ്ടായ മൈതാൻ വിപ്ലവം എന്ന് പറയുന്നത് അമേരിക്കയുടെ യൂറോപ്യൻ രാജ്യങ്ങളുടെ സൃഷ്ടിയാണ്. അപ്പോൾ അതായത് സമ്പത്ത് നൽകി പിന്നെ പ്രതിപക്ഷ ഗ്രൂപ്പുകളെ അണിനിരത്തി അവരെ സൈനികമായി ശക്തിപ്പെടുത്തി പരിശീലനം നൽകി ആയുധം കൊടുത്തുകൊണ്ട് ഏത് രാജ്യത്ത് വേണമെങ്കിലും സംഘർഷം സൃഷ്ടിക്കാൻ കഴിവുള്ള രാജ്യമാണ് അമേരിക്ക. അപ്പോൾ അത്തരം ഇപ്പം നമുക്കറിയാം ക്യൂബ എന്ന് പറയുന്ന രാജ്യം, ആ ക്യൂബ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കാർഷിക രംഗം ഏതെല്ലാം തരത്തിൽ വിഷം കലർത്തിക്കൊണ്ട് ഏതെല്ലാം തരത്തിൽ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. അവർ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, എങ്കിൽ പോലും അവർ പിടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള രാജ്യങ്ങളെ മുഴുവൻ ഭീഷണിപ്പെടുത്തി പിന്നെ എന്താണ്, ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കും, ഞങ്ങൾ നിങ്ങളെ തകർക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ മഡുറോ എന്ന് പറയുന്ന പിന്നെ ആൾ പ്രസിഡൻ്റായതിനു ശേഷം, ഷാവസിന് ശേഷം പ്രസിഡൻ്റായതിനു ശേഷം അദ്ദേഹം ആ രാജ്യത്തെ ശരിയായ നിലയിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഒബാമ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിനെതിരായിട്ട് നടത്തിയ ഈ ഉപരോധങ്ങളിലൂടെ, ഈ വെനസ്വേലയ്ക്കെതിരായിട്ട് നടത്തിയ നീക്കങ്ങളിലൂടെയൊക്കെയാണ് ആ രാജ്യം അടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ചെന്നുപെട്ടത്. ഈ രാജ്യങ്ങളിൽ, ഏത് വെനസ്വേലയുടെ മാത്രം കാര്യമല്ല, ലാറ്റിൻ അമേരിക്കയിലെ മുഴുവൻ രാജ്യങ്ങളുടെയും കാര്യമാണ്. ഈ 1823 മുതലുള്ള മൺട്രോ ഡോക്ടറിന് ശേഷം അവിടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യത്ത് ഏത് കക്ഷി അധികാരത്തിൽ വരണം, ആരധികാരത്തിൽ വരണം, അവരുടെ നയങ്ങൾ എന്തായിരിക്കണം, ആ നയങ്ങൾ അമേരിക്കയ്ക്കെതിരായ നയങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അവരെയൊക്കെ, അത് പിന്നെ നിക്കരാഗ്വയിലാവട്ടെ, പിന്നെ ഗ്വാട്ടിമലയിലാവട്ടെ, ഹോണ്ടുറാസിലാവട്ടെ, ചിലിയിലാവട്ടെ, ഈ രാജ്യങ്ങളിലെല്ലാം നിരന്തരമായ ആക്രമണങ്ങളും അട്ടിമറികളും നടത്തിയതിൻ്റെ ചരിത്രമാണ്, അതിൻ്റെ തുടർച്ചയാണ് വാസ്തവത്തിൽ നമ്മളിപ്പോൾ കാണുന്നത്. ഈ വെനസ്വേലയിൽ പിന്നെ അമേരിക്ക നടത്തിയ ഈ അപകടം മൂലം ഉണ്ടാകാൻ പോകുന്ന വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ചെറിയ രാജ്യങ്ങൾക്ക് അമേരിക്കയിൽ നിന്നും രക്ഷയില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ചെയ്യാൻ സാധ്യതയുള്ളൊരു കാര്യം, ഈ രാജ്യങ്ങളിൽ പലരും രഹസ്യമായെങ്കിലും ആണവായുധം വികസിപ്പിക്കുന്നതിലേക്ക് പോകും. നമുക്കെല്ലാവർക്കും അറിയാം, നോർത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യം എത്രയോ ചെറിയ രാജ്യമാണ്, സാമ്പത്തികമായി എത്രയോ പിന്നോക്കം നിൽക്കുന്ന രാജ്യമാണ്. അത്രയും അങ്ങനെയുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പിന്നെ ചെറിയ രാജ്യത്ത് അമേരിക്ക ഇടപെടാത്ത എന്തുകൊണ്ടാണ്? അവരുടെ കയ്യിൽ ആണവായുധമുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വെനസ്വേല പോലെയുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളോ അല്ലെങ്കിൽ ഏഷ്യയിലോ പസഫിക്കിലേക്കുള്ള രാജ്യങ്ങളോ ഈ അമേരിക്കയുടെ പിന്നെ ഈ അപ്രീതി പിടിച്ചു പറ്റി ഭരണകൂട മാറ്റം അല്ലെങ്കിൽ സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ ആണവായുധം വികസിപ്പിക്കുന്നതിലേക്ക് പോകും. അപ്പോൾ ലോകത്തൊട്ടാകെ, അതായത് ഇദ്ദേഹം അധികാരത്തിൽ വന്ന് എന്ത് പറഞ്ഞുകൊണ്ടാണ്, ഞാൻ അധികാരത്തിൽ വരുന്നത് ലോകത്തെ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനാണ് എന്ന് പറയുന്നത്. പീസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ടാണ്. ആ പീസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ എത്ര സ്ഥലത്ത് ആക്രമണങ്ങൾ നടത്തി? ഇപ്പോൾ ഇറാനിൽ ആക്രമണം നടത്തി, വെനസ്വേലയിൽ ആക്രമണം നടത്തി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ആക്രമണം നടത്തുന്നതിന് യമനിൽ ആക്രമണം നടത്തി. ആക്രമണങ്ങളുടെ തുടർക്കഥ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് പറയുന്നത് ഞാൻ പീസ് പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ ചെയ്തത്? ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തെ പ്രസിഡന്റിനെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ പാലസിൽ പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. ഇനിയിപ്പോൾ പറയാം എന്താണ്, ഞാൻ ഇറാനിൽ ഇടപെടുമെന്നാണ് പറഞ്ഞത്. അതായത് ഓരോ രാജ്യത്തും ഓരോ സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങളും അവരുടെ ഭരണകൂടങ്ങൾക്കെതിരായിട്ട് ജനങ്ങൾ പിന്നെ അപ്രീതി ഉണ്ടെങ്കിൽ പിന്നെ തെരുവിലിറങ്ങും, സമരം ചെയ്യും. അങ്ങനെ സമരം ചെയ്യുമ്പോഴാണല്ലോ ഭരണകൂടങ്ങൾ അവർ തെറ്റുതിരുത്തി മുമ്പോട്ട് പോകുന്നത്. ഇവിടെ എന്താ അദ്ദേഹം പറയുന്നത്? ഇറാനിലെ ഭരണകൂടത്തിനെതിരായി ജനങ്ങൾ സമരത്തിലുണ്ട്, ആ സമരങ്ങളെ പിന്നെ നിങ്ങൾ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ ഞങ്ങൾ ഇടപെടുമെന്നാണ് പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ പിന്നെ പരമാധികാരത്തിൽ ഇടപെടാൻ അമേരിക്കക്കാർ അവകാശം നൽകിയത്. അപ്പോൾ ഇതൊന്നും എന്നെ സംബന്ധിച്ച്, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ സംബന്ധിച്ച്, ഈ ഒരു രാജ്യത്തിൻ്റെ സ്വതന്ത്ര പരമാധികാരമോ അതല്ലെങ്കിൽ അന്തർദേശീയ നിയമങ്ങളോ ഐക്യരാഷ്ട്ര സംഘടന പോലെയുള്ള അന്തർദേശീയ സ്ഥാപനങ്ങളോ ഒന്നും അദ്ദേഹത്തെ സംബന്ധിച്ച് വിഷയമല്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം മാത്രമാണ്, അദ്ദേഹത്തിൻ്റെ താല്പര്യം മാത്രമാണ് പ്രശ്നം. ആ താല്പര്യത്തിന്, അമേരിക്കൻ പ്രസിഡന്റിൻ്റെ താല്പര്യത്തിനെതിരായിട്ട് ആരൊക്കെ നിന്നോ അവർക്കെല്ലാം എതിരായിട്ടുള്ള ഏതെല്ലാം തരത്തിലുള്ള നടപടി, അത് ചുങ്കം ചുമത്തിക്കൊണ്ടാവട്ടെ അതല്ലെങ്കിൽ ആക്രമണം നടത്തിക്കൊണ്ടാവട്ടെ, ഏതെല്ലാം തരത്തിൽ ചെയ്യാമോ അതെല്ലാം ചെയ്യുന്ന അപകടകരമായ ഭ്രാന്തൻ നടപടിയാണ്. അതായത് കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയെന്ന് പറയുന്നത് പോലെ ഇത്രയും ശക്തമായ സാമ്പത്തിക ശക്തിയായ സൈനിക ശക്തിയായ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിട്ടിരിക്കാൻ ഒരു കാരണവശാലും യോഗ്യതയുള്ള സ്ഥിരചിത്തനായ മനുഷ്യനല്ല അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുന്ന അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിവിടം കൊണ്ട് തീരുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. അദ്ദേഹം അധികാരത്തിലിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിലെല്ലാം, അദ്ദേഹം 2024 അധികാരത്തിൽ വന്നത്. ആ 2025 മുതൽ 4 വർഷക്കാലത്തോളം 2029 വരെയുള്ള കാലം ലോകത്ത് എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. തീർച്ചയായിട്ടും സമാധാനമാവില്ല ട്രംപിൽ നിന്ന് വരിക. യുദ്ധവും അശാന്തിയും അരാജകത്വവും തന്നെയായിരിക്കും അദ്ദേഹം സൃഷ്ടിക്കാൻ പോകുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.
ഈ ഫെന്റനിൽ കള്ളക്കടത്തിനെ എതിർക്കുന്ന അമേരിക്കക്കാർ പോലും അതിൻ്റെ പേരിൽ വെനസ്വേലയിൽ അമേരിക്കൻ പ്രസിഡന്റ് നടത്താൻ പോകുന്ന പദ്ധതിയിടുന്ന ആക്രമണങ്ങളെ അനുകൂലിക്കുന്നവരല്ല. ഒപ്പീനിയൻ പോൾസിലൊക്കെ അവർ വളരെ ഇത് ഇങ്ങനെ ഒരു കാര്യം നടത്താൻ പാടില്ല എന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ള മാഗാ മൂവ്മെൻറ്റിനകത്തുള്ള ആളുകൾ പോലും ഈ നടപടിക്കെതിരായിട്ടാണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് നാർക്കോ ടെററിസം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാരെ അറ്റൻഷൻ പിടിക്കാമെങ്കിലും അമേരിക്കൻ പൊതുസമൂഹം വെനസ്വേലയിൽ ആക്രമണം നടത്താൻ പാടില്ല എന്നുള്ള പക്ഷത്താണ് നിൽക്കുന്നത്. ഇതിന് പിന്നെ വേറൊരു ഡയമെൻഷൻ ഇതിനകത്തുള്ളത്, ഇപ്പോൾ ഈ വിദേശകാര്യ സെക്രട്ടറി ആയിരിക്കുന്നത് മാർക്കോ റൂബിയോ ആണ്. മാർക്കോ റൂബിയോ എന്ന് പറഞ്ഞാൽ ക്യൂബൻ അമേരിക്കനാണ്. ക്യൂബയിൽ നിന്ന് ഓടി വന്ന അമേരിക്കയിൽ പൗരത്വം നേടിയ ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ മുഴുവൻ അമേരിക്കയുടെ പക്ഷത്ത് നിൽക്കണം, ഒരു തരത്തിലുള്ള ഇടതുപക്ഷ സ്വഭാവമുള്ള ഭരണകൂടങ്ങളെയും ഞങ്ങൾ ഇനി സ്ഥഗിക്കില്ല എന്ന് പറയുന്ന തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റിനെ വരെ സ്വാധീനിക്കാൻ കഴിയുന്ന അമേരിക്കൻ പ്രസിഡന്റിനെ സ്വാധീനിച്ച് അതിന് വേണ്ടിയിട്ട് പ്രത്യേകം തയ്യാറാക്കിയതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി. അപ്പം മാർക്കോ റൂബിയോ എന്ന് പറയുന്ന ആൾ അമേരിക്കൻ പ്രസിഡന്റായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ ലാറ്റിൻ അമേരിക്ക, ഫ്ലോറിഡ പോലെയുള്ള സ്ഥലങ്ങളിൽ ഉള്ള ആളുകളുടെ പിന്തുണയും അല്ലെ അമേരിക്കയിലുള്ള പൊതുവേ ഉള്ള ആളുകളുടെ പിന്തുണയും നേടിക്കൊണ്ട് ഈ ലാറ്റിൻ അമേരിക്കയെ മുഴുവൻ ഞാൻ എൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കൂടി ഉള്ള ഒരു പദ്ധതി അമേരിക്കൻ പ്രസിഡന്റിനെ കൊണ്ട് ഒരുപക്ഷെ വെനസ്വേലയിൽ ഇടപെടുവിച്ചതിലൂടെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട വ്യക്തി മാർക്കോ റൂബിയോ ആണ് എന്നുള്ള കാര്യവും കൂടി നമ്മൾ ഓർക്കേണ്ടതാണ്. ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ട് മാർക്കോ റൂബിയോയുടെ ഒരു പ്രസ്താവനയാണ്. മാർക്കോ റൂബിയോ പറഞ്ഞിരിക്കുന്നത് മദുറോയെയും ഭാര്യയെയും അവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നതോട് കൂടിയിട്ട് ഞങ്ങളുടെ സ്പെഷ്യൽ ഓപ്പറേഷൻ അവസാനിച്ചിരിക്കുന്നു, ഞങ്ങൾ ഇനി ഫർദർ ആക്രമണമൊന്നും നടത്തില്ല എന്ന് പറയാൻ്റെ അർത്ഥം. അപ്പോൾ അവിടുത്തെ വെനസ്വേലയുടെ ഭരണഘടന പ്രകാരം അവിടുത്തെ ഡെൽസി റോഡ്രിഗസ് എന്ന് പറയുന്ന വൈസ് പ്രസിഡന്റിന് പ്രസിഡന്റായിട്ട് ചുമതലയേൽക്കാനായിട്ട് കഴിയും. എന്ന് മാത്രമല്ല അവിടുത്തെ ഭരണകൂടത്തിൽ വേറെ ഒരു മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം നേടിയ മെരിയ മെച്ചാഡോ പ്രസിഡന്റ് ആവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും. പക്ഷേ അവിടുത്തെ സൈന്യം, അതായത് ഈ ലോകരാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും അധികം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട സേനയാണ് ഈ വെനസ്വേലയുടെ സൈന്യം. ആ സേന തീർച്ചയായിട്ടും ഈ ഷാവിസ്റ്റാസ് ഗ്രൂപ്പ്, അതായത് ഷാവസിൻ്റെ ആ ഒരു പ്രത്യയശാസ്ത്രം പിന്തുടരുന്നവരാണ്. അതുകൊണ്ട് അവരുടെ പിന്തുണ അതിശക്തമായിട്ട് ഈ ഭരണകൂടത്തിനുണ്ട്. ഭരണകൂടത്തിൽ മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളില്ല. അവരെല്ലാവരും തന്നെ വൈസ് പ്രസിഡൻറ്റും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഡിഫൻസ് മന്ത്രിയും എല്ലാം അമേരിക്കയുടെ നടപടിയെ വിമർശിക്കുകയും ഇതുകൊണ്ട് ഞങ്ങളുടെ ഭരണകൂടത്തിനൊന്നും എന്താണ് സംഭവിക്കാൻ പോകുന്നില്ല, ഞങ്ങൾ ഈ രാജ്യത്തെ ഇങ്ങനെ ശക്തമായി നിലനിർത്തും എന്ന് പറയുകയും അതോടൊപ്പം തന്നെ നമുക്കെല്ലാവർക്കും അറിയാം മദുരോ എന്ന് പറയുന്ന ഭരണാധികാരിക്കെതിരായിട്ട് വളരെ വലിയ ശക്തമായ എതിർപ്പുണ്ട് ആ രാജ്യത്ത്. പക്ഷേ ഇതിലൂടെ എന്താ സംഭവിച്ചത്? ആ രാജ്യത്തിൻ്റെ ആത്മാഭിമാനം, അതായത് ഞങ്ങളുടെ രാജ്യത്ത് പ്രശ്നങ്ങളുണ്ട്, ഞങ്ങളുടെ രാജ്യത്തെ പ്രശ്നങ്ങൾ ഞങ്ങളാണ് പരിഹരിക്കേണ്ടത്, അയൽ രാജ്യം വന്നല്ല പരിഹരിക്കേണ്ടത് എന്നൊരു നിലപാടിലേക്ക് വരികയും ഈ ഭരണകൂടത്തിന് അനുകൂലമായൊരു ചിന്ത ഈ ജനങ്ങളുടെ ഇടയ്ക്ക് പോലും ഉണ്ടാവുകയും ചെയ്യുന്നൊരു സാഹചര്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിലവിൽ ഇപ്പോൾ നമുക്ക് അവസാനം കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ അവിടെ ഈ ഭരണമാറ്റം ഉണ്ടാവത്തില്ല. പിന്നാലെയുള്ള ആളുകൾ, വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലേക്ക് നയിക്കും. അതാണ് ഇപ്പോൾ ഇവരുടെ ഒരു സ്ട്രാറ്റജിയിൽ നിന്നും അവരുടെ പ്രഖ്യാപനങ്ങളിൽ നിന്നും മനസ്സിലാവുന്ന കാര്യം. അതുകൊണ്ട് ആഭ്യന്തര കലാപവും സംഘർഷവും ഉണ്ടാകത്തില്ല. പക്ഷേ ഇതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ മെസ്സേജ് എന്ന് പറയുന്നത്, ഒരു അമേരിക്ക പോലെയുള്ള രാജ്യത്തിന് ഒരു ഭരണാധികാരിയെ ഇഷ്ടമല്ലെങ്കിൽ ആ ഭരണാധികാരിയെ ഞങ്ങൾ പിടിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അമേരിക്കൻ ജയിലിൽ അടയ്ക്കും എന്ന് പറയുന്ന അവസ്ഥ ലാറ്റിൻ അമേരിക്ക മുഴുക്കെ അശാന്തി സൃഷ്ടിക്കുമെന്നുള്ളതാണ്, അരാജകാവസ്ഥ സൃഷ്ടിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടകരമായ കാര്യം.